വെൽക്കം ബാക്ക് ടു സ്മഗ് സ്പാർക്ക്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി ജനറേറ്ററിലെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡെയിലി നോട്ട്സ് അതുപോലെ തന്നെ മോഡൽ എക്സാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ടെലഗ്രാം ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ലാസ്റ്റ് ക്ലാസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 14 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് 15ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. The external characteristics of a DC generator gives the relation between ഇലക്ട്രീഷ്യൻ 2013 ചോദ്യമാണ്. നമ്മളറിയാം, ഒരു ജനറേറ്ററിന് അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രിക്കൽ മെഷീൻസും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പം നമ്മൾ ഡി സി ജനറേറ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പഠിക്കാനുണ്ട്. പല ടൈപ്സ് ജനറേറ്റർ ഉണ്ട്. ആ പല ടൈപ്സിലുള്ള ജനറേറ്ററിൻ്റെ പല ടൈപ്സിലുള്ള ക്യാരക്ടറിസ്റ്റിക് കർവുണ്ട്. നമുക്ക് അതിൻ്റെ കൃത്യമായി പഠിക്കാനുണ്ട്. നമുക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് അതിൻ്റെ അനാലിസിസിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നോക്കാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഓർ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത്. ഇത് ഏത് ജനറേറ്റർ ആണെങ്കിലും, അത് ഷണ്ട് ആവട്ടെ, സീരീസ് ആവട്ടെ, കോമ്പൗണ്ട് ആവട്ടെ, ഏത് ജനറേറ്ററും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാൻ എന്താണ് എക്സ് ആക്സിസ് എന്നാ പഠിക്കാൻ. എക്സ് ആക്സിസിൽ എന്താണുള്ളത്? ഫീൽഡ് കറണ്ട് ആണുള്ളത്. വൈ ആക്സിസിൽ എന്താണുള്ളത്? നോ ലോഡ് വോൾട്ടേജ് ആണുള്ളത്. ക്ലിയർ ആകണേ. എക്സ് ആക്സിസിൽ എന്താണ്? ഫീൽഡ് കറണ്ട് ആണ്. വൈ ആക്സിസിൽ നോ ലോഡ് വോൾട്ടേജ് ആണ്. എന്താ ചെയ്യുന്നത്? ഫീൽഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നോ ലോഡ് വോൾട്ടേജ് കൂടി വരുന്നുണ്ട്. അല്ലെ? നമുക്കറിയാം, ഫീൽഡ് കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫീൽഡിൽ ഫ്ലക്സ് കൂടുക എന്നാണ്. ഫീൽഡ് കറണ്ട്, ഫീൽഡിലുള്ള കറണ്ട് കൂടുക. അപ്പം ഫീൽഡിലെ ഫ്ലക്സ് കൂടും. ഫീൽഡിലെ ഫ്ലക്സ് കൂടുമ്പോൾ എന്തെയും? ഓട്ടോമാറ്റിക്കലി ജനറേറ്റർ EMF കൂടും. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ക്ലിയർ ആണ്. ഫ്ലക്സ് കൂടുക, ഫൈ കൂടി കഴിഞ്ഞാൽ ജനറേറ്റർ EMF എന്തെയും? കൂടും. അങ്ങനെയാണ് ഈ ഒരു ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫ് തന്നെ നിങ്ങൾക്ക് 3 സെപ്പറേറ്റ് വരുന്നുണ്ട്, അല്ലെ? N1, N2, N3 വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് N3യുടെ ഗ്രാഫ് കുറച്ച് ഹൈക്കായി കിടക്കുന്നത്? നിങ്ങൾക്കറിയാം. അതേ എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് തന്നെ എന്ത് ചെയ്യാം? ക്ലിയർ ആക്കാം. ഓക്കെ. എന്താണ് കാരണം? ഈ ഒരു N, അതായത് N എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ജിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇവിടെ നോക്ക്, N3 ഗ്രേറ്റർ ദാൻ N2 ആണ്. അപ്പൊ N3 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് ഗ്രേറ്റർ ദാൻ ഈ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ N3 എന്ന സ്പീഡിലാണ്. അപ്പൊ സ്പീഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ജനറേറ്റഡ് EMFഉം കൂടും. അപ്പൊ നമുക്ക് ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് അല്ല ഈ ഒരു N2 ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്, ഇതല്ല എവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്? N1 ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് സ്പീഡിനനുസരിച്ച് കൂടും. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് വരച്ചത്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഗ്രാഫിന്റെ പേരാണ് മാഗ്നറ്റൈസേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്പർ 1 പഠിക്കാനുള്ളത്. രണ്ടാമത് ഇതിന്റെ എക്സ് ആക്സിസിൽ ഫീൽഡ് കറണ്ടും വൈ ആക്സിസിൽ നോ ലോഡ് വോൾട്ടേജുമാണ്. മൂന്നാമതായി പഠിക്കാനുള്ളത് ഇതിന്റെ ഷേപ്പ് ആണ്. ഓക്കെ. ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ കേരള PSCക്ക് ചോദിക്കുന്നില്ലെങ്കിലും എവിടെ ചോദിക്കുന്നുണ്ട്? SSC എക്സാമിന്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ജൂനിയർ എക്സാമിനൊക്കെ ഈ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. ഓക്കെ. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ഇത്രയും പഠിച്ചു വെക്കുക. ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. നമുക്ക് അടുത്ത് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സീരീസ് മോട്ടോർ. സീരീസ് ജനറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? സീരീസ് ജനറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ. സീരീസ് ജനറേറ്റർ. ഇതിൽ നോക്ക്. ഇത് പഠിക്കുന്ന നേരം ഈ ഒരു രീതിയിലാണ് ഗ്രാഫ് വരിക. പറഞ്ഞാൽ ഇതിന്റെ എക്സ് ആക്സിസിൽ എന്താണെന്ന് നോക്കാം. ലോഡ് കറണ്ട് ആണ്. പക്ഷെ വൈ ആക്സിസിൽ 3 എണ്ണം വരുന്നുണ്ട്. നോ ലോഡ് വോൾട്ടേജ് വരുന്നുണ്ട്, ജനറേറ്റർ വോൾട്ടേജ് വരുന്നുണ്ട്, ടെർമിനൽ വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പം ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് DC ജനറേറ്റർ, സീരീസ് ജനറേറ്ററിൽ വരുമ്പോൾ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സും എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സാണ് പഠിക്കാനുള്ളത്. ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ് കറണ്ടും ജനറേറ്റർ വോൾട്ടേജ് ആണ്. ജനറേറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ ജനറേറ്ററിൽ എത്ര വോൾട്ടേജ് ചെയ്യുന്നുണ്ടോ, ഔട്ട്പുട്ട് അല്ല, ജനറേറ്ററിൽ എത്ര വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ അതാണ് ജനറേറ്റർ വോൾട്ടേജ്. ഇതിന്റെ അക്രോസ് എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ ജനറേറ്ററിൽ എത്ര വോൾട്ടേജ് ചെയ്യുന്നുണ്ട്, അതും ലോഡ് കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ത് പറയുന്നത്? ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ബ്രൗൺ കളർ, കാപ്പി കളറിൽ ഈ ഒരു ഗ്രാഫ് നോക്ക്, ഈ ഒരു സർക്കിൾ ചെയ്ത ഗ്രാഫ് നോക്കും. ഇതിൽ നമ്മൾ സാധാ വോൾട്ടേജ്, അതായത് ടെർമിനൽ വോൾട്ടേജ്, അതായത് നോ ലോഡ് വോൾട്ടേജിൽ നിന്നും ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ്, അതായത് ആർമേച്ചർ കണ്ടക്ടർ വഴിയുള്ള
ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞാൽ ആർമേഷൻ റിയാക്ഷൻ ഡ്രോപ്പ്, ആർമേഷൻ റിയാക്ഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. ആർമേഷൻ റിയാക്ഷൻ ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് കറണ്ട് തന്നെയാണ് എക്സ് ആക്സിൽ വരിക. വൈ ആക്സിൽ എന്താ വരുന്നത് നോക്കൂ. വൈ ആക്സിൽ ടെർമിനൽ വോൾട്ടേജ് ആണ് വരുന്നത്. ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിന് ഓമിക് വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കുന്നുണ്ട്. എന്ത് കുറയ്ക്കുന്നുണ്ട്? ഓമിക് വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കുന്നുണ്ട്. ഓമിക് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? IA ഇൻറ്റു RA പ്ലസ് RSC, അതായത് ആർമേച്ചർ കണ്ടക്ടറുള്ള ഡ്രോപ്പും അതുപോലെ തന്നെ സീരീസ് ഫീൽഡിലുള്ള ഡ്രോപ്പും, അതായത് IV ഡ്രോപ്പ്, സോറി IR ഡ്രോപ്പ്, IA ഇൻറ്റു RA പ്ലസ്, രണ്ടും സീരീസ് ആയതുകൊണ്ട് RA പ്ലസ് RS, ഈ ഡ്രോപ്പ് കുറച്ചാനുള്ള നമുക്കൊരു ഗ്രാഫ് കിട്ടുന്നതാണ് ഈ ഒരു വയലറ്റ് കളറുള്ളത്. ഈ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പഠിക്കാനുള്ളത് ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ എക്സ് ആക്സിസിൽ എന്തായിരിക്കും? ലോഡ് കറണ്ട് ആയിരിക്കും. വൈ ആക്സിസിൽ ജനറേറ്റർ വോൾട്ടേജ് ആയിരിക്കും. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ലോഡ് കറണ്ട് തന്നെ ആയിരിക്കും എക്സ് ആക്സിസ്, പക്ഷേ ടെർമിനൽ വോൾട്ടേജ് ആയിരിക്കും വൈ ആക്സിസിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു ഗ്രാഫ് വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു സീരീസ് ആയിട്ടാണ് ഫീഡ് വരുന്നത്. സാധാരണ നമ്മൾ വോൾട്ടേജ് എന്താ ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്ത് വരിക ചെയ്യുന്നത് അല്ലെ. നമ്മൾ സാധാരണ ലോഡ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സാധാരണ ലോഡ് ഇല്ലെങ്കിൽ സീരീസിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. അപ്പം സീരീസിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല, ഫ്ലക്സ് കുറവായിരിക്കും, അപ്പം ജനറേറ്റർ വോൾട്ടേജ് കുറവായിരിക്കും. നമ്മൾ ലോഡ് കണക്ട് ചെയ്തതനുസരിച്ച്, അതായത് ലോഡ് കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സീരീസിലൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യും? കൂടി വരും. അപ്പൊ സീരീസിലുള്ള കറണ്ട് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? സീരീസിലുള്ള ഫ്ലക്സ് എന്ത് ചെയ്യും? കൂടാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും? ജനറേറ്റർ EMF എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കൂടാൻ തുടങ്ങും. അപ്പൊ ലോഡ് കൂടുന്നതനുസരിച്ച് സീരീസിലുള്ള ഫീൽഡിലുള്ള കറണ്ട് പാസ് ചെയ്യും, വോൾട്ടേജ് കൂടും. അതുകൊണ്ട് ഗ്രാഫ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? നിയർ സീറോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഏകദേശം സീറോ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക, ഏകദേശം സീറോ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ കാര്യങ്ങൾ? അപ്പൊ സീരീസ് ഫീൽഡിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഗ്രാഫ് തന്ന് ഇത് ഏത് ജനറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കർവാണെന്ന് ചോദിച്ചാൽ സീരീസ് ജനറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കർവാണ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഷണ്ട് ജനറേറ്റർ. ഷണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഷണ്ട് ജനറേറ്ററിന്റെ പിക്ചർ ഇങ്ങനെയാണ് വരുന്നത് അല്ലെ. നമ്മൾ ഷണ്ട് ജനറേറ്റർ ആദ്യം ചെയ്യുന്നത്, ലോഡ് കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് റേറ്റഡ് വോൾട്ടേജ് കിട്ടും. എങ്ങനെ കിട്ടും? വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്തിട്ട് അല്ലെ. കാരണം എന്താണ്? ഇതിന് പാരലൽ ആയിട്ടാണ് ഫീൽഡ് വരുന്നത് അല്ലെ. അപ്പം ചെറിയൊരു മോട്ടോർ കാരണം ചെറിയൊരു വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് കാരണം ഒരു കറണ്ട് ഫീൽഡിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സ് പിന്നെ EMF കൂട്ടും. അങ്ങനെ എന്ത് ചെയ്യും? ഒരു റേറ്റഡ് വോൾട്ടേജ് നമ്മൾ സ്റ്റാർട്ടിങ്, അതായത് റേറ്റഡ് വോൾട്ടേജ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്ത് ടെർമിനൽ വോൾട്ടേജ് റേറ്റഡ് വോൾട്ടേജിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിന്റെ ടെർമിനൽ വോൾട്ടേജ്, അതായത് റേറ്റഡ് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക് കർവ് എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് VS ജനറേറ്റർ വോൾട്ടേജ് ആണ്. ഓക്കെ, ജനറേറ്റർ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇതിലെ രണ്ടാമത്തെ ബ്ലൂ ലൈൻ ആണ് പറയുന്നത്. ജനറേറ്റർ വോൾട്ടേജ് നേരത്തെ പറഞ്ഞിട്ട് ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു? ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇത്രയും വോൾട്ടേജ് ഡ്രോപ്പ്, ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് കഴിച്ചാൽ ഈ ഒരു ഡ്രോപ്പില്ലേ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ ഒരു ഡ്രോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ഡ്രോപ്പിനെയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ആ ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. ഓക്കെ, അതിൽ നമ്മൾ ഈ ഒരു ഓമിക് വോൾട്ടേജ് ഡ്രോപ്പ്, അപ്പോൾ ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ ഇന്റേണൽ എന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റേണൽ എന്ന് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് വയലറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സും ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സും തമ്മിൽ ഇതിൽ എക്സും വൈ ആക്സിസ് സീരീസിന്റെയും സെയിം ആയിരിക്കും. പക്ഷെ ഇതിൽ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്രാഫിന്റെ ഷേപ്പ് നമ്മൾ ടോട്ടലി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇത് എന്തിന്റെയാണ്? ഷണ്ടിന്റെ ആണെന്ന് മനസ്സിലാക്കണം. മൂന്നാമതായി നമ്മൾ പഠിക്കാനുള്ളത് DC കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. കോമ്പൗണ്ട് ജനറേറ്റർ നേരത്തെ ഓമിക് ഡ്രോപ്പ് ഒന്നും പറയില്ല, ഞാൻ ഇവിടെ മൂന്നെണ്ണം പരിചയപ്പെടുത്താണ്. ഓവർ കോമ്പൗണ്ട്, അണ്ടർ കോമ്പൗണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞത്. ഈ ഓവർ കോമ്പൗണ്ട്, അണ്ടർ കോമ്പൗണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞത് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട്, അതായത് ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ എന്താണ്? 5 ഷണ്ട് പ്ലസ് 5 സീരീസിന്റെ സമ്മ് വരുന്ന ജനറേറ്റർ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. ഈ ക്യുമുലേറ്റീവ് കോമ്പൗണ്ടിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ് എന്ത് പറയുന്നത്? ഓവർ കോമ്പൗണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട്, അണ്ടർ കോമ്പൗണ്ട് പറയുന്നത്. ഇത് നമ്മൾ ഡിസൈനിങ്ങിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചാണ് ഈ ഒരു ജനറേറ്റർ ഈ ഒരു ജനറേറ്ററിൽ ഇങ്ങനെ പേര് വരുന്നത്. ഡിസൈനിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ ഡിസൈനിങ്ങിലാണ് അടുത്ത ചോദ്യം വരുന്നത്? എന്തിന്റെ ഡിസൈനിങ് ആണ്? നമ്മൾ ഇതിന്റെ സീരീസ് ഫീൽഡിന്റെ വൈൻഡിങ്ങിന്റെ ഡിഫറൻസിലാണ് വരിക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളുടെ അപ്ലിക്കേഷൻ അനുസരിച്ച്.
അപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, സീരീസ് ഫീൽഡിന്റെ നമ്പർ ഓഫ് ടേൺസിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. നമുക്ക് സീരീസ് ഫീൽഡിൽ നമ്പർ ഓഫ് ടേൺസ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫ്ലക്സ് കൂടും. ഫ്ലക്സ് കൂടി കഴിഞ്ഞാൽ EMF കൂടും അല്ലേ. ഓക്കെ, ആ ഒരു അപ്പം ഫ്ലക്സ് കുറച്ച് കഴിഞ്ഞാൽ EMF കുറയും. ആ ഒരു കൂട്ടുക കുറയ്ക്കുക രീതിയിൽ നമ്മൾ ഫ്ലാറ്റ് ഓവർ അണ്ടർ വരുന്നുണ്ട്. അപ്പൊ അതിന് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ഫീൽഡിന്റെ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ഫ്ലക്സ് കൂടൂലേ. ഫ്ലക്സ് കൂടി കഴിഞ്ഞാൽ ജനറേറ്റർ കൂടും. അപ്പൊ ഈ ഒരു വാല്യൂ കൂടും അല്ലെ. പക്ഷെ ഈ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ ILRSC വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ലോഡ് എടുക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, IL കൂടുന്നുണ്ട്. ILRSC എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പം ടോട്ടൽ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ EG വൈ എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് കൂടുന്നുണ്ട്. പക്ഷെ ILRSC വൈ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്പർ ഓഫ് ടേൺസിനെ കുറെ അങ്ങ് കൂട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഫ്ലക്സ് ആയിട്ട് കുറെ കൂടി, EG ആയിട്ട് കൂടി. അപ്പം ഈ ഒരു ഡിക്രീസിങ് എഫക്റ്റ് നമ്മൾ ചെയ്ത് ഓവർകം ചെയ്തിട്ട് ജനറേറ്റിംഗ് വോൾട്ടേജ്, അതായത് നമ്പർ ഓഫ് ടേൺസ് കൂട്ടി ഈ ഒരു ജനറേറ്റിംഗ് വോൾട്ടേജ് കൂടുന്നതിന് കമ്പയർ ചെയ്യുന്നേരം ഈ ILSC-RSC വളരെ കുറവാണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന ജനറേറ്ററിനെയാണ് നമ്മൾ ഓവർ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓവർ കോമ്പൗണ്ട് എന്ന ലോഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഫൈ കൂടുകയും EG ജനറേറ്റർ വോൾട്ടേജ് കൂടുകയും ചെയ്യുന്നു. ഇതിൽ സീരീസ് ഫീൽഡിലൂടെയുള്ള കറണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ലോഡ് കൂടുന്നതനുസരിച്ച് ഇതിലൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യും, കൂടൂലേ. ഇത് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഫ്ലക്സ് കൂടും. ഫ്ലക്സ് കൂടുമ്പോൾ EG കൂടുമ്പോൾ EMF ടെർമിനൽ വോൾട്ടേജ് കൂടും. അതാണ് ഓവർ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഡിസൈൻ സാധാരണ ഒരു ഡിസൈനിലാണ് ഫ്ലാറ്റ് ആയിട്ട് വരുന്നത്. കുറച്ചുകൂടി നമ്പർ ഓഫ് ടേൺസ് ചെറിയ രീതിയിൽ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഫ്ലാറ്റ് കോമ്പൗണ്ട് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈ ഒരു ജനറേറ്റർ നമ്മൾ റൈസിങ്ങിന്, അതായത് EGന്റെ ഇൻക്രീസ് ഇത് ബാലൻസ് ചെയ്യും. പക്ഷെ IRA ഡ്രോപ്പ് കാരണം നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു വോൾട്ടേജ് കൂടിയിട്ട് എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഇതിനെ നമ്മൾ ഫ്ലാറ്റ് കോമ്പൗണ്ട് എന്ന് പറയും. കാരണം വെച്ചാൽ നമ്മൾ വോൾട്ടേജ് കുറച്ച് കൂടിയിട്ട് ലോഡ് ചെയ്യുന്ന ആക്ച്വൽ കണ്ടീഷനിൽ എത്തുമ്പോൾ സാധാരണ നമ്മൾ ടെർമിനൽ നോ ലോഡിൽ അതേ വോൾട്ടേജ് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു റേറ്റഡ് വോൾട്ടേജ് തന്നെ കിട്ടും. അങ്ങനെയാണ് ഫ്ലാറ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ സാധാ രീതിയിൽ വരുമ്പോൾ അണ്ടർ കോമ്പൗണ്ട് വരും. കാരണം നമുക്കറിയാം സാധാ രീതിയിലാണെങ്കിൽ സീരീസ് വൈൻഡിങ് ആണ്, നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ ലോഡ് കൂടുന്നതനുസരിച്ച് ചെറിയ രീതിയിൽ വോൾട്ടേജ് കുറയും. ഇതിനെ അണ്ടർ കോമ്പൗണ്ട് എന്ന് പറയും. അപ്പൊ ഇതിന്റെ കൺഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതിപ്പം സാധാരണ രീതിയിലാണ് ഇത് IRA ഡ്രോപ്പ് ഒക്കെ വരുന്ന ചെറിയൊരു നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഗ്രാഫ് മാറ്റി വരയ്ക്കാം. ഓക്കെ, അതൊക്കെ ഞാൻ ഇത് വരച്ചിട്ടില്ല മുമ്പത്തെ വീഡിയോയിൽ, മുമ്പത്തെ സ്ലൈഡ്സിൽ നിങ്ങൾ കണ്ട ഡ്രോപ്സുകളൊക്കെ അത് ഞാൻ മാർക്ക് ചെയ്തില്ല. പക്ഷെ ഇതിലും പ്രധാനമായിട്ട് ഓവർ കോമ്പൗണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട്, അണ്ടർ കോമ്പൗണ്ട് മനസ്സിലാക്കുക. ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ടോട്ടൽ ഫ്ലക്സ് എന്താണ്, ഫൈ ഷണ്ട് മൈനസ് ഫൈ സീരീസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ലോഡ് കൂടുന്ന എന്ത് ചെയ്യും, സീരീസിലൂടെയുള്ള കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പോൾ സീരീസിലുള്ള ഫ്ലക്സ് കൂടും. സീരീസ് ഫ്ലക്സ് കൂടുമ്പോൾ ഈ ടോട്ടൽ വാല്യൂ എന്ത് ചെയ്യും, കുറയും. അതായത് ടോട്ടൽ ഫ്ലക്സ് കുറയുന്ന EG എന്ത് ചെയ്യും, കുറയും അല്ലെ. അപ്പൊ EG കുറയുന്ന എന്ത് ചെയ്യും, ലോഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ലോഡ് കറണ്ട് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞു വരിക. അപ്പൊ ആ ഒരു കണ്ടീഷനിലാണ് ഡിഫറൻഷ്യലി കോമ്പൗണ്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ എന്താ പറയാ, ലോഡ് കറണ്ടും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ എക്സും വൈയും നോക്കുമ്പോൾ ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഇതിന്റെ ഗ്രാഫിന്റെ ഷേപ്പുകളൊക്കെ ചോദിക്കുന്ന നേരം ഈ ഒരു എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇത് പഠിച്ചു വെക്കുക. പിന്നെ ലെവൽ കോമ്പൗണ്ട് ഇത് വേറെ രീതിയിൽ പഠിച്ചു വെക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ആൻസറിലേക്ക് നോക്കാം. എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ടും അതുപോലെ തന്നെ നമ്മൾ ആൻസർ എന്ന ടെർമിനൽ വോൾട്ടേജ്. അപ്പൊ ലോഡ് കറണ്ട് നോക്കാം, ലോഡ് കറണ്ടും ജനറേറ്റർ EMF അല്ല, അത് ഇന്റേണൽ ആണ്. ലോഡ് കറണ്ടും ടെർമിനൽ വോൾട്ടേജും. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ എ DC ജനറേറ്റർ അണ്ടർ ലോഡ് കണ്ടീഷൻ ഈസ് ഡ്യൂ ടു. അപ്പം സ്കിൽഡ് അസിസ്റ്റന്റ് 2013 ചോദിച്ച ചോദ്യമാണ്. എന്താ പറയുന്നത്, ഒരു DC ജനറേറ്ററിൽ ലോഡ് കണ്ടീഷനിൽ എന്തൊക്കെ ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ, ഡ്രോപ്പുകൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്തൊക്കെ ഡ്രോപ്പുകൾ ഉണ്ടാകുക, ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് ഉണ്ടാവും, ഓമിക് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അതിന്റെ കൂടെ എന്തുണ്ടാവും, ബ്രഷിന്റെ ഡ്രോപ്പ് ഉണ്ടാവും, ബ്രഷ് കോണ്ടാക്ട് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, സാധാരണ ബ്രഷിന് ഡ്രോപ്പ് വരുന്നതാണ്. പക്ഷെ നമ്മൾ ഇതിൽ പറയുമ്പോൾ ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ്, വോൾട്ടേജ് ഡ്രോപ്പ് മാത്രമാണ് പറഞ്ഞത്. അപ്പം അണ്ടർ ലോഡ് കണ്ടീഷനിൽ എന്തൊക്കെ ലോസുകൾ ഉണ്ട്, ആർമേച്ചർ റിയാക്ഷൻ ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് ഉണ്ടാവും, ബ്രഷ് കോണ്ടാക്ട് ഡ്രോപ്പ് ഉണ്ടാവും. ഇത്രയും ഡ്രോപ്പുകളാണ് നമ്മൾ ഒരു ലോഡ് കണ്ടീഷനിൽ വരിക. അപ്പൊ ആൻസർ ഏതാണ്, ഇത് മൂന്നും ആൻസർ വരും. ഇതിലൊരു ശ്രദ്ധിക്കേണ്ടത് സീരീസ് ഫീൽഡ് ആണെങ്കിൽ, ഓക്കെ, കോമ്പൗണ്ടിൽ തന്നെ സീരീസ്, ഇതിപ്പോ ഷണ്ടിനാണ് നമ്മൾ നോർമലി പറഞ്ഞത്. സീരീസിലാണ് വരുന്നെങ്കിൽ സീരീസ് ഫീൽഡിന്റെ അക്രോസ് ഉള്ള IA×RSC ഡ്രോപ്പും കൂടി ഇതിൽ കടന്നു വരും. ഓക്കെ, അത് ഇതിവിടെ പറഞ്ഞിട്ടില്ല, അത് ശ്രദ്ധിക്കണം ആൻസറിൽ. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ആർമേച്ചർ റിയാക്ഷൻ എഫക്ട് ഇൻ എ അൺസാച്ചുറേറ്റഡ് പോൾ ഓഫ് എ DC ജനറേറ്റർ വിൽ ബി സ്കിൽഡ് അസിസ്റ്റന്റ്
ഇൻഫ്ലുവൻസ് 2013. അപ്പം അൺസാച്ചുറേറ്റഡ് പോളും സാച്ചുറേറ്റഡ് പോളും എന്താ നമുക്കറിയണം. ഓക്കെ, അൺസാച്ചുറേറ്റഡ് പോളും സാച്ചുറേറ്റഡ് പോളും. അപ്പോൾ അൺസാച്ചുറേറ്റഡ് കണ്ടീഷനിൽ ഏതായിരിക്കും ആർമേച്ചർ റിയാക്ഷൻ? നോൺ മാഗ്നറ്റൈസിങ് ആണോ, മാഗ്നറ്റൈസിങ് ആണോ, ക്രോസ് മാഗ്നറ്റൈസിങ് ആണോ, ഡിമാഗ്നറ്റൈസിങ് ആണോ? നമ്മൾ രണ്ട് മാഗ്നറ്റൈസിങ് ആണ് സാധാരണ പഠിച്ചത്. ഡി സി ജനറേറ്ററിൽ രണ്ട് മാഗ്നറ്റൈസ്, ഒന്ന് ക്രോസ് മാഗ്നറ്റൈസേഷനും രണ്ടാമത് വരുന്നത് ഡിമാഗ്നറ്റൈസേഷനോ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ചെറിയ രീതിയിൽ പോവാം. നോക്കാം. ഇതില് സാധാരണ രീതിയിൽ നമ്മൾ അണ്ടർ സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അണ്ടർ സാച്ചുറേഷൻ അപ് ടു സാച്ചുറേഷൻ ആ പറയാം. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞത് എന്താണ് ഒരു ഫ്ലക്സിന്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അല്ലെങ്കിൽ മാഗ്നറ്റിക് പോളിന് ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലെവൽ ഉണ്ട്. അപ്പോൾ ഒരു ലെവൽ വരെ അതെന്ത് ചെയ്യും? ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EMF പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു കണ്ടീഷൻ നോക്കുക. ഈ ഒരു ഗ്രാഫ് ആണ് ഇതിന് ശേഷം ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫീൽഡ് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാലും, ഓക്കെ, മാഗ്നറ്റൈസേഷൻ കർവ് ആകുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ നമ്മൾ ക്ലിയർ ആവും. ഈ ഒരു ഗ്രാഫ് പറയുന്നത് നമ്മൾ എത്ര ഫീൽഡ് കറണ്ട് നമ്മൾ ഇതിന് ശേഷം ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം എത്ര ഫീൽഡ് കറണ്ട് കൂടി കഴിഞ്ഞാൽ ജനറേറ്റർ വോൾട്ടേജ് നമ്മുടെ സെയിം ആയിരിക്കും. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ പോയിന്റ് ആണ്. ഓക്കെ, സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, അതായത് അതിന്റെ മാക്സിമം ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം പിന്നെ എത്ര നമ്മൾ കറണ്ട് ഫീൽഡിലൂടെ കറണ്ട് കൂട്ടിക്കഴിഞ്ഞാലും അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? കൂടുതൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അപ് ടു സാച്ചുറേഷൻ എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫിഗർ വെച്ച് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അപ് ടു സാച്ചുറേഷൻ എന്തായിരിക്കും? ക്രോസ് ആണോ, ഡിമാഗ്നറ്റൈസേഷൻ ആണോ എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നോക്കാം. ഈ ഒരു നോർമൽ കണ്ടീഷൻ ആർമേച്ചർ റിയാക്ഷൻ കൺസിഡർ ചെയ്യാത്ത ഒരു പിക്ചറാണ് ഈ ഒരു പിക്ചർ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ട്രെയിലിംഗ് പോൾ ടിപ്സ് എന്നും ലീഡിംഗ് പോൾ ടിപ്സ് എന്ന് പറയും. ഈ ഒരു ഫസ്റ്റ് നമ്മൾ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ട്രെയിലിംഗ് പോൾ ടിപ്സ് എന്ന് പറയും, ഇതിനെ ലീഡിംഗ് പോൾ ടിപ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ട്രെയിലിംഗ് പോൾ ടിപ്സ് എന്ന് പറയുന്നത് ഈ ഒരു നോക്കൂ, ആർമേച്ചറിന്റെ ഫ്ലക്സ് നോക്കൂ, ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. രണ്ടാമത്തെ കേസ് നോക്കൂ, ഈ ഒരു ക്രോസ് മാഗ്നറ്റൈസേഷൻ കൊണ്ടുള്ള ഈ ഒരു ആർമേച്ചർ കണ്ടക്ടറുള്ള ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടുള്ള ഫ്ലക്സിന്റെ ഡയറക്ഷൻ ആണിത് അല്ലെ. ഇതിൽ നോക്കി, ഇതിലെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ ട്രെയിലിംഗ് പോൾ ടിപ്സിൽ നോക്കൂ, നമ്മൾ ഈ രണ്ട് ഫിഗറിനെയും നോക്കി കഴിഞ്ഞാൽ ഇവിടെയും ഈ ട്രെയിലിംഗ് പോൾ ടിപ്സിൽ ഇങ്ങോട്ടാണ് വരുന്നത്, ഇവിടെ എന്താണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ടോട്ടൽ എന്തായി മാറിയിട്ടുണ്ട്? ടോട്ടൽ എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റൈസേഷൻ ആ വരുന്നത് അല്ലെ. അപ്പൊ ട്രെയിലിംഗ് പോളെന്റിൽ ഈ ഒരു ഡയറക്ഷനിലാണ് ഇവിടെ വരുന്നത്, ഈ ഒരു ഡയറക്ഷനിലാണ് ഇവിടെ വരുന്നത്. അപ്പൊ രണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്താണ്? ട്രെയിലിംഗ് പോൾ ടിപ്സിൽ എന്താ വരുന്നത്? ഇതിലെ മാഗ്നറ്റൈസേഷൻ ആ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് നോക്കൂ. ഇതില് ലീഡിംഗ് പോൾ ടിപ്സിൽ നോക്കും, ഇവിടെ ഡയറക്ഷൻ ആർമേച്ചർ റിയാക്ഷൻ ഡയറക്ഷനിൽ ആന്റി ക്ലോക്ക് വൈസില്ല, പക്ഷെ ഇവിടെ തന്നെ ക്ലോക്ക് വൈസ് തന്നെ. അപ്പൊ ടോട്ടൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ആ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഈ ഒരു ഡയറക്ഷനിലും ഇവിടെ വരുന്നത് ഈ ഒരു ഡയറക്ഷനിലും വരുമ്പോൾ ടോട്ടൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഡിമാഗ്നറ്റൈസേഷൻ ആ വരുന്നത്. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഡി സി ജനറേറ്ററിൽ ട്രെയിലിംഗ് പോൾ ടിപ്സിൽ മാഗ്നറ്റൈസേഷനും ഓക്കെ, ലീഡിംഗ് പോൾ ടിപ്സിൽ ഡിമാഗ്നറ്റൈസേഷനും ആണ് വരുന്നത്. അത് ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ എങ്ങനെ വരിക? ഈ ട്രെയിലിംഗ് പോൾ ടിപ്സിൽ മാഗ്നറ്റൈസേഷൻ പറയാൻ കാരണം ഇതും ഒരു ഡയറക്ഷനിലാണ്, ഇതും അരേ ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ മാഗ്നറ്റൈസേഷൻ ഇങ്ങനെ ടോട്ടൽ എഫക്റ്റ് ഇങ്ങനെ കൂടി വരും, ഇവിടെ എത്തുമ്പോൾ കുറയും വരും. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഇങ്ങനെ ആയിട്ട് വരും, ഈ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മാറി വ്യതിചലിക്കും. അതിന് നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്യുക എന്ന് പറയാം. ഡിസ്റ്റോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് എന്താണ്? ഡിസ്റ്റോർഷൻ ആണ്. അപ്പം ഈ ഒരു എഫക്റ്റ് സാധാരണ രീതിയിൽ കടന്നു വരുമ്പോഴാണ് അപ് ടു ക്രോസ് സാച്ചുറേഷൻ വരെ നമ്മൾ റേറ്റഡ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത് വരെ മെയിൻ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ക്രോസ് മാഗ്നറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, റേറ്റഡ് വോൾട്ടേജ് അതായത് മാഗ്നറ്റൈസേഷൻ അതായത് അപ് ടു സാച്ചുറേഷൻ വരെ വരുന്നത് ക്രോസ് മാഗ്നറ്റൈസേഷൻ ആയിരിക്കും. സാച്ചുറേഷൻ കഴിഞ്ഞതിന് ശേഷം സാച്ചുറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഡിലെ കറണ്ട് കൂടുതൽ എടുക്കുമ്പോൾ കൂടുതൽ കറണ്ട് ആർമേച്ചർ കൂടെ പാസ് ചെയ്യും. അതിൽ കൂടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിമാഗ്നറ്റൈസേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ രണ്ടിനെയും ബാലൻസ്, ഈ ഭാഗത്തുള്ള എഫക്റ്റിനെ ഈ ഭാഗത്തുള്ള ബാലൻസ് ചെയ്യാതെ വരും. ഈ ഭാഗത്തുള്ള ക്രോസ് മാഗ്നറ്റൈസേഷൻ ഇത് രണ്ടും ബാലൻസ് ചെയ്യും, പക്ഷെ ഇതിന്റെ ഫ്ലക്സിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? ഒന്ന് മാറും, വ്യതിചലിക്കും. പക്ഷെ ടോട്ടൽ എമൗണ്ട് സെയിം ആയിരിക്കും. പക്ഷെ സാച്ചുറേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലോഡ് ചെയ്ത് കണ്ടീഷനിലേക്ക് വരുന്നവർ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ലോഡ് ഡിമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് കൂടും. അപ്പൊ വെച്ചാൽ ഈ ഒരു ഭാഗത്തുള്ള ലീഡിംഗ് പോൾ ഈ ഒരു ഭാഗത്തുള്ളത് കൂടുതൽ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യും? ടോട്ടൽ ഫ്ലക്സ് എന്ത് ചെയ്യും? നമ്മൾ കുറയാൻ തുടങ്ങും. അതിനെ നമ്മൾ ഡിമാഗ്നറ്റൈസേഷൻ എന്ന് പറയും.
അപ്പൊ 2 പോയിന്റുകളാണ് നമ്മൾ ഈ ഒരു പോയിന്റ് വഴി പഠിക്കാനുള്ളത്, ഈ ഒരു ക്വസ്റ്റ്യൻ വഴി പഠിക്കാനുള്ളത്. അപ് ടു സാച്ചുറേഷൻ എന്ന് പറയുന്നത് ക്രോസ് മാഗ്നറ്റൈസേഷനും ആഫ്റ്റർ സാച്ചുറേഷൻ ഡീമാഗ്നറ്റൈസിംഗ് ആയിരിക്കും. ട്രെയിലിംഗ് പോൾ ടിപ്പിൽ മാഗ്നറ്റൈസിംഗും ലീഡിംഗ് പോൾ ടിപ്സിൽ ഡീമാഗ്നറ്റൈസേഷനും ആയിരിക്കും. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ആൻസർ എന്ന്? ദ ആർമേച്ചർ റിയാക്ഷൻ അപ് ടു അൺസാച്ചുറേറ്റഡ് അപ് ടു സാച്ചുറേഷനിൽ എന്താ വരുന്നത്? ക്രോസ് മാഗ്നറ്റൈസേഷൻ ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? 18ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് കോമ്പൗണ്ട് ജനറേറ്റർ ഈസ് സ്യൂട്ടബിൾ ഫോർ ഫീഡിംഗ് എ ലോഡ് വിച്ച് നീഡ്സ് കോൺസ്റ്റന്റ് വോൾട്ടേജ് ത്രൂ എ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ? അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ജനറേറ്റർ തന്നെ ക്യുമുലേറ്റീവിൽ തന്നെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഓവർ കോമ്പൗണ്ട്, ഫ്ലാറ്റ് കോമ്പൗണ്ട്, അണ്ടർ കോമ്പൗണ്ട്. അപ്പൊ അത് വെച്ചുള്ള ചോദ്യമാണ്. സ്കിൽഡ് അസിസ്റ്റന്റ് ഇസ്പെക്ടറേറ്റ് 2013 ചോദിച്ച ചോദ്യമാണ്. ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ്. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ദൂരം യാത്ര ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഈ ട്രാൻസ്മിഷനിൽ എന്തിന് ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ ട്രാൻസ്മിഷനിലെ ഡ്രോപ്പ് നമ്മൾ കവർ ചെയ്യാൻ ആദ്യം നമ്മൾ കുറച്ച് വോൾട്ടേജ് കൂട്ടി കൊടുക്കുക. അപ്പം ട്രാൻസ്മിഷനിലെ എൻഡ് പൊസിഷനിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക? ആ വോൾട്ടേജ് നമുക്ക് റിക്വയർഡ് വോൾട്ടേജ് സെയിം ആയി കിട്ടും. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഓവർ കോമ്പൗണ്ട് ആണ് ഉപയോഗിക്കുക. അപ്പം വോൾട്ടേജ് കുറച്ച് കൂട്ടി കൊടുക്കുന്നതിലാണ് ഓവർ കോമ്പൗണ്ടിൽ. അപ്പം ലോങ് ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ വരുന്നത് ഓവർ കോമ്പൗണ്ട് മോട്ടറാണ്. അപ്പോൾ നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ലോഡ് അറ്റ് ഡിസ്റ്റൻസ്, ലോഡ് ഈസ് അറ്റ് ഡിസ്റ്റൻസ് ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓവർ കോമ്പൗണ്ട് ആണ്. അത് റെയിൽവേ സ്ട്രീറ്റ് ലൈറ്റിംഗ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഓവർ കോമ്പൗണ്ട് ആണ്. ഫ്ലാറ്റ് ലൈറ്റിംഗ് ഓഫ് പവർ ലോഡ് അറ്റ് നിയർ അടുത്തുള്ള ലോഡ് ആകുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ലെവൽ ഉപയോഗിക്കാം. ലെവൽ കോമ്പൗണ്ട് ഫ്ലാറ്റ് ഉപയോഗിക്കാം. അണ്ടർ കോമ്പൗണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് നോക്കി. ലോഡിൽ ഇത്ര മെയിൻ ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡറ്റ് ഡിസ്റ്റൻസിലാവുമ്പോൾ ഞങ്ങൾ ഓവർ കോമ്പൗണ്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോ പ്ലേറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് അണ്ടർ കോമ്പൗണ്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കൂ. ലോങ് ട്രാൻസ്മിഷൻ ലൈൻ അല്ല, അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഓവർ കോമ്പൗണ്ട് ജനറേറ്റർ ഉപയോഗിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ലാബ് വൈൻഡിംഗ് നമ്പർ ഓഫ് ബ്രഷ് റിക്വയർഡ് ഈസ് ഈക്വൽ ടു? ഇലക്ട്രീഷ്യൻ 2013 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് ബ്രഷസ് ഡിപ്പെൻഡ്സ് ഓൺ ദ എമൗണ്ട് ഓഫ് കറണ്ട്. ബട്ട് ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നോക്കൂ, നമ്മൾ സാധാരണ ഒരു വൈൻഡിങ് ആണ് നമ്പർ ഓഫ് ബ്രഷസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാരലൽ പാത്ത്. കാരണം ഓരോ പാരലൽ പാത്തിനും ഓരോ ബ്രഷ് കളക്ട് ചെയ്യാൻ ഓരോ ബ്രഷ് വേണം. അപ്പൊ നമ്പർ ഓഫ് ബ്രഷ് ഈക്വൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്. ലാബ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്താണ്? ലാബ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്താണ്? നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ അല്ലേ? പി അല്ലേ? വേവ് വൈൻഡിങ്ങിൽ എന്താണ് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്താ പറയുന്നത്? ലാബ് വൈൻഡിങ് ആയതുകൊണ്ട് നമ്പർ ഓഫ് ബ്രഷസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? 19ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ഫീൽഡ് ഓഫ് എ DC ഷണ്ട് ജനറേറ്റർ. ഓക്കെ, നമ്മളൊരു ഷണ്ട് ജനറേറ്ററിന്റെ സീരീസ് ആയിട്ട് ഷണ്ട് ജനറേറ്ററിന്റെ ഫീൽഡിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഇലക്ട്രീഷ്യന്റെ 2010 ചോദ്യമാണ്. ഡിക്രീസിറ്റി CMF, ഡിക്രീസിറ്റി സ്പീഡ് എന്താ സംഭവിക്കുക? നമുക്ക് ജസ്റ്റ് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഡയറക്റ്റ്ലായിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്യാം. റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്ന നേരം ഈ ടോട്ടലിലെ ഓപ്പോസിഷൻ കൂടി. ഓപ്പോസിഷൻ കൂടുമ്പോൾ ഈ ഫീൽഡ് കറണ്ട് എന്ത് ചെയ്ത്? കുറഞ്ഞ്. ഫീൽഡ് കറണ്ട് കുറഞ്ഞാൽ എന്ത് ചെയ്ത്? ഫ്ലക്സ് എന്ത് ചെയ്ത്? കുറഞ്ഞ്. ഫ്ലക്സ് കുറഞ്ഞാൽ എന്ത് ചെയ്ത്? EMF കുറഞ്ഞ്. ഇത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് നമ്മളൊരു ഈ ഒരു എന്താ പറയാ, ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിഷൻ കൂടുകയും അതിലൂടെ കറണ്ട് കുറയുകയും, കറണ്ട് കുറയുമ്പോൾ ഫ്ലക്സ് കുറയുകയും സ്പീഡ് അതിന്റെ ജനറേറ്റർ EMF എന്ത് ചെയ്യും? കുറയുകയും ചെയ്യുന്നത്. അപ്പൊ ആൻസർ വളരെ ക്ലിയർ ആണ്. ഡിക്രീസസ് ഇറ്റ് ഈസ് EMF. അപ്പൊ ഷണ്ട് ഒരു സീരീസ് കണക്ട്, അതൊക്കെ ലോജിക് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടും. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആൻ എക്സൈറ്റർ ഫോർ എ ജനറേറ്റർ ഈസ് എ ഇലക്ട്രീഷ്യൻ 2019 ചോദ്യം. എക്സൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾട്ടർനേറ്റർ ആണ് സാധാരണ നമ്മൾ എക്സൈറ്റർ കൊടുക്കുന്നത്. എക്സൈറ്റർ എന്നാൽ ഫീൽഡിനുള്ള സപ്ലൈ കൊടുക്കാൻ നമ്മൾ കഴിഞ്ഞ അതിന്റെ ആപ്ലിക്കേഷനിൽ പറഞ്ഞാണ് ഷണ്ട് ജനറേറ്റർ ആപ്ലിക്കേഷൻ ആണ് എക്സൈറ്റർ ഓഫ് എ ആൾട്ടർനേറ്ററിന്റെ എക്സൈറ്ററിന് കോൺസ്റ്റന്റ് സപ്ലൈ, കോൺസ്റ്റന്റ് സോഴ്സ്, കോൺസ്റ്റന്റ് പവർ സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ജനറേറ്റർ ഏതാണ്? ഷണ്ട് ജനറേറ്റർ ആണ് അല്ലെ? സീരീസ് പറ്റില്ല, രണ്ടും മോട്ടറാണ്, മോട്ടോർ പറ്റില്ല. അപ്പൊ എക്സൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. എക്സൈറ്റർ എന്നാൽ ഫീൽഡിന്റെ സപ്ലൈ ആണ്. സാധാരണ എക്സൈറ്റർ ഫീൽഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏതിന്റെയും നമ്മൾ ഫീൽഡ് സപ്ലൈ പറയാം. ആൾട്ടർനേറ്ററിന്റെ ഫീൽഡ് സപ്ലൈക്ക് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ആൾട്ടർനേറ്ററിന്റെ ഫീൽഡ് സപ്ലൈ ആണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഷണ്ട് ജനറേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് സപ്ലൈ ജനറേറ്റർ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സ്പ്ലിറ്ററിംഗ് ഇൻ എ DC മെഷീൻ. സബ്ബഞ്ചിന്റെ 2005 ചോദ്യമാണ്. എന്താണ് സ്പ്ലിറ്ററിംഗ്? സ്പ്ലിറ്ററിംഗ് ആണ്, സ്ലിപ്പറിംഗ് അല്ല. സ്പ്ലിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. കമ്മ്യൂട്ടേറ്ററും എന്ന് പറഞ്ഞാലും കമ്മ്യൂട്ടേറ്ററും സ്പ്ലിറ്ററിംഗും സെയിം ആണ്. അത് ഏത് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ കോപ്പർ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ?
ക്ലിയർ ആണ്, നമ്മൾ കഴിഞ്ഞ കൺസ്ട്രക്ഷനിൽ പറഞ്ഞതാണ്. സ്പ്ലിറ്റ് ഒന്നേ മാത്രമേ പോയിന്റുള്ള സ്പ്ലിറ്റ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആണ്. അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്നാൽ കോപ്പർ ആണ്. 23ാമത്തെ ചോദ്യം നോക്കാം. ഇന്റർപോൾ എന്ന ഡി സി ജനറേറ്റർ ഈസ് യൂഷ്വലി വൗണ്ട് വിത്ത് KCB 2000. ഇന്റർപോൾ എന്തായിരിക്കും? തിക്ക് വയർ ആയിരിക്കും, നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. എന്താ പോയിന്റ് നോക്കുക? ഫൈൻ ഗേജ് അല്ല, ഇൻസുലേറ്റിംഗ് കാർഡ് ബ്രാസ് കണ്ടക്ടർ അല്ല, കോപ്പർ ആയിരിക്കും. ഹെവി ഗേജ് വൈൻഡിങ് ആണ് അല്ലെ, കട്ടി കൂടിയ വയറായിരിക്കും. അതുപോലെ തന്നെ കട്ടി കൂടിയ നമ്പർ ഓഫ് ടേൺസ് വളരെ കുറവായിരിക്കും. ഇത് ഇന്റർപോൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാബ് വൈൻഡിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ. ലാബ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പോൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്താണ്? നമ്പർ ഓഫ് പോൾസിന്റെ എണ്ണത്തിന് തുല്യമാണ്. അപ്പൊ നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടുതലായതുകൊണ്ട് അത് എന്തിനു ഉപയോഗിക്കും? ഹൈ കറണ്ടിന് ഉപയോഗിക്കും അല്ലെ. ഇപ്പം ഇവിടെ ഹൈ വരണം അല്ലെ, ലോ വോൾട്ടേജ്, ഹൈ കറണ്ട് ലോ വോൾട്ടേജിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലാബ് വൈൻഡിങ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്ഷൻ എ ആണ് ആൻസർ. KCB ചോദിച്ച ചോദ്യമാണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫീൽഡ് പോൾ ആൻഡ് ആർമേച്ചർ ഓഫ് എ DC ജനറേറ്റർ ആർ ലാമിനേറ്റഡ് ടു റെഡ്യൂസ്. KCB 2005 ചോദ്യമാണ്. എന്തിനാണ് ലാമിനേറ്റ് ചെയ്യുന്നത്? ലാമിനേറ്റ് ചെയ്യുന്നത് റെഡ്യൂസ് ദ എഡ്ഡി കറണ്ട് ലോസ്. ഓക്കെ, എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ലാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. സിലിക്കൺ സ്റ്റീൽ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുക ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആണ്, ക്ലാസ് പറഞ്ഞതാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ DC ജനറേറ്റർ ദ റൊട്ടേറ്റിംഗ് പാർട്ട് PWD 2000. DC ജനറേറ്ററിൽ എന്താണ്? ഫീൽഡ് എന്താണ്? ഫീൽഡ് സ്റ്റേഷനറി ആണ്. ആർമേച്ചർ എന്താണ്? റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ഉള്ള ആർമേച്ചറിൽ കൂടെ സപ്ലൈ കിട്ടും. സപ്ലൈ നമ്മൾ കമ്പ്യൂട്ടർ വഴി ചെയ്യും, എസിനെ DC ആക്കി മാറ്റും. അപ്പം റൊട്ടേറ്റിംഗ് പാർട്ട് എന്താണ്? ആർമേച്ചർ ആണ്. നോക്കൂ ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ ചോദിച്ച നല്ല എക്സാമുകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ടും എക്സാം ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾക്കൊള്ളിച്ചത്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പ്രോസസ് വൈ വിച്ച് ആൻ EMF ഇൻഡ്യൂസ് ഇൻ എ DC ജനറേറ്റർ ഈസ് കോൾഡ്. ഇലക്ട്രീഷ്യൻ ഗ്രേഡ് 2008. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഡൈനാമിക് ഇലക്ട്രിസിറ്റി, തെർമൽ ആൻഡ് കെമിക്കൽ. സിയും ഡിയും അല്ല. പിന്നെ സ്റ്റാറ്റിക്കും ഡൈനാമിക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ഒരു സ്റ്റാറ്റിക് ആയിട്ട് സ്റ്റേഷനറി ആയി നിൽക്കുന്ന ഒരു ആർമേച്ചർ, ഒരു കണ്ടക്ടറിന്റെ മുകളാണ് EMF ഉള്ളത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നും. റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ അതിന്റെ മുകളാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതിനെ ഡൈനാമിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. അപ്പൊ നമുക്കറിയാം DC ജനറേറ്ററിൽ എന്താണ്, എവിടെയാണ് കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്, വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നത്? ആർമേച്ചറിലാണ്. ആർമേച്ചർ എന്താണ്? റൊട്ടേറ്റിംഗ് ആണ്. അപ്പൊ ആർമേച്ചർ ഡൈനാമിക് ഇലക്ട്രിസിറ്റി ആണ് എന്തിലുണ്ടാകുന്ന? DC ജനറേറ്ററിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 28ാമത്തെ ക്വസ്റ്റ്യൻ. നോർമലി ദ തിക്നെസ് ഓഫ് എ ലാമിനേഷൻ യൂസ്ഡ് ഫോർ ആർമേച്ചർ കോർ ഓഫ് എ DC മെഷീൻ ഇൻ ഓർഡർ ഓഫ് ജൂനിയർ ഇൻസ്ട്രക്ടർ 2009. അപ്പൊ അറിയാം ലാമിനേഷന്റെ തിക്നെസ് എന്താണ്? MM-ലാണ്. 0.3 to 0.5 ആണ് പറയുന്നത്. അപ്പം 0.00 വരില്ല, 0.5 സെന്റിമീറ്റർ വരില്ല, 0.05 അല്ല, 0.3 to 0.5, അതായത് ഓപ്ഷൻ ഡി 0.5 mm. അപ്പം 0.3 to 0 ഏത് വാല്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. അപ്പം ഇവിടെ വന്നത് 0.5 mm ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 29ാമത് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ കോസ് ഓഫ് ഹെവി സ്പാർക്കിംഗ് ഇൻ എ ബ്രഷസ് ഓഫ് DC ജനറേറ്റർ? സ്പാർക്കിങ്ങിലുള്ള സ്പാർക്കിംഗ്, അതായത് ബ്രഷിൽ സ്പാർക്കിംഗ് വരാനുള്ള മെയിൻ കാരണം എന്താണ്? MNA ആക്സിസും GNA ആക്സിസും പരസ്പരം മാറിപ്പോകും. അത് എന്തിന് കാരണമാണ്? ആർമേച്ചർ റിയാക്ഷൻ കാരണം എന്ത് ചെയ്യും? MNA ആക്സിസ് GNA ആക്സിസ് മാറിപ്പോകും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? GNA ആക്സിസിലാണ് സാധാരണ നമ്മൾ ബ്രഷ് ഫിക്സഡ് ആക്കി വെക്കുക ചെയ്യുക. അപ്പം MNA ആക്സിസ് മാറുന്നത് അനുസരിച്ച് എന്ത് ചെയ്യും? ഈ സ്പാർക്കിലുള്ള കമ്മ്യൂട്ടേഷൻ നടക്കുന്ന സമയത്ത് ഈ സ്പാർക്ക് എന്ത് ചെയ്യും? ഈ ഒരു EMF വോൾട്ടേജ് ഡിഫറൻസ് ഈ ഒരു ബ്രഷിന് അക്രോസ് ഉണ്ടാവുകയും അവിടെ എന്ത് ചെയ്യും? സ്പാർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം അതിന് മെയിൻ ആയിട്ട് കാരണം MNA ആൻഡ് GNA പൊസിഷൻ ചേഞ്ച് ചെയ്തത് കൊണ്ടാണ്. ചേഞ്ച് ചെയ്യാതിരിക്കാൻ, അതായത് ആർമേച്ചർ റിയാക്ഷൻ വഴി ചെയ്യാതിരിക്കാനാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്? അതിന്റെ കൂടെ ഇന്റർപോൾ വൈൻഡിങ് ഒക്കെ ആഡ് ചെയ്യുന്നത്. സ്മൂത്ത് കമ്മ്യൂട്ടേഷൻ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The last and final question and important questions in this video is which generator required equalizer bar for parallel operation? A assistance electrical inspector ഉണ്ടായത് important question ആണ്. ഇക്വലൈസർ ബാർ എന്നൊരു സംഭവമുണ്ട് പാരലൽ ഓപ്പറേഷന്. അത് ഏത് ജനറേറ്ററിലാണ് ആവശ്യം? സീരീസ്, ഷണ്ട്, കോമ്പൗണ്ട്. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. തീർച്ചയായും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഈ ഒരു 3 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ ഓർഡർ ടു മേക്ക് ദ പാരലൽ ഓപ്പറേഷൻ സ്റ്റാബിൾ ആൻഡ് സ്മൂത്ത്, ഹെവി കോപ്പർ ബാർ ഓഫ് ലോ റെസിസ്റ്റൻസ് നോൺ ആസ് ഇക്വലൈസർ ബാർ കണക്റ്റഡ് ഇൻ ബിറ്റ്വീൻ 2 ആർമേച്ചർ എൻഡ് ഓഫ് എ ജനറേറ്റർ. ഒരു ഇതിന്റെ ഫസ്റ്റ് പഠിക്കാനുള്ളത് ഹെവി കോപ്പർ ബാർ വിത്ത് ലോ റെസിസ്റ്റൻസ്. പോയിന്റ് നമ്പർ 1, ഇതിനെയാണ് നമ്മൾ ഈക്വലൈസർ ബാർ എന്ന് പറയാം.
ഇത് എവിടെയാണ് കണക്ട് ചെയ്തത്? പിക്ചറിൽ റെപ്രസെന്റ് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. ഇക്വലൈസർ ബാർ ആണ് ഇത്. ഓക്കെ, ദ ഓപ്പറേഷൻ ഓഫ് ദ ഇക്വലൈസർ ബാർ ഈസ് ടു മേക്ക് ആൻ ഈക്വൽ ഫ്ലോ ഓഫ് ഫീൽഡ് കറന്റ് ടു ജനറേറ്റർ സീരീസ്. ഒരു രണ്ട് ജനറേറ്ററിന്റെയും ഫീൽഡ് കൂടെ ഈക്വൽ കറന്റ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വലൈസർ ബാർ ഉപയോഗിക്കുന്നത്. രണ്ട് ഫീൽഡിലൂടെയും ഈക്വൽ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇക്വലൈസർ ബാർ ഉപയോഗിക്കുന്നത്. പോയിന്റ് നമ്പർ 3, ഇക്വലൈസർ ബാർ ഷുഡ് ബി യൂസ്ഡ് ഫോർ കോമ്പൗണ്ട് ആൻഡ് സീരീസ് ജനറേറ്റർ. നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? സീരീസിലും കോമ്പൗണ്ടിലും മാത്രമാണ് ഇക്വലൈസർ ബാർ ഉപയോഗിക്കുന്നത്. പോയിന്റ് നമ്പർ 3 ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ എവിടെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്? സീരീസിലും കോമ്പൗണ്ടിലും മാത്രമാണ് ഇക്വലൈസർ ബാർ ഉപയോഗിക്കുന്നത്. എന്താണ് കാരണം എന്നുള്ളത് ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് ഈ ഒരു ലോഡ്, നമ്മൾ ഈ ലോഡ് കണക്ട് ചെയ്ത് നമ്മൾ ഒരു ലോഡ് കണക്ട് ചെയ്താൽ കറണ്ട് ആവശ്യമാണ്. നമ്മൾ ഇൻ കേസ് ഇക്വലൈസർ ബാർ ഇല്ല, ഇക്വലൈസർ ബാർ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെ കരുതുക. ഇക്വലൈസർ ബാർ കണക്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം നോക്കുക. നമ്മൾ ഈ ഒരു കറണ്ട് സപ്ലൈ ചെയ്യുന്നത് G1 ആണ്, ജനറേറ്റർ ഫസ്റ്റ് 1 ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ നോക്കൂ, ഈ ഒരു കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പം കറണ്ട് ഈ ഒരു ഫീൽഡിൽ കൂടെ പാസ് ചെയ്യുന്നവരെ എന്താ സംഭവിക്കുക? ഇതിലൂടെ ഫീൽഡിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഇതിന്റെ ഫീൽഡ് കറണ്ട് കൂടിയില്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ആ ജനറേറ്ററിൽ EMF കൂടുതൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ ഒരു EMF എന്ന് പറഞ്ഞാൽ നമ്മൾ G1-ലെ EMF എന്ന് പറഞ്ഞാൽ E1 എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, G2-ലെ EMF E2 എന്ന് കൺസിഡർ ചെയ്തു. അപ്പൊ സ്വാഭാവികം E1 കൂടുതൽ കറണ്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും, കാരണം അതിന്റെ ഫീൽഡിലൂടെ കറണ്ട് പാസ് ചെയ്തു. ബട്ട് E1 ഗ്രേറ്റർ ദാൻ E2 ആയി കഴിഞ്ഞാൽ ഒരു കറണ്ട് എന്ത് ചെയ്യും? ഇതിലൂടെ പാസ് ചെയ്യാൻ തുടങ്ങും, ഈ സർക്യൂട്ടിലെ മൊത്തം പാസ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറയുക. ഈ വോൾട്ടേജ് ഡിഫറൻറ്റ് കൊണ്ട് സർക്യൂട്ട് പാസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രോബ്ലം എന്താണ്? ഈ ഒരു കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ഈ ഒരു ഡയറക്ഷനിലെ വരിക. അപ്പൊ ഇതിലൂടെ സാധാരണ എടുക്കുന്ന കറണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയി. അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന ഒരു കറണ്ട് ഉണ്ട്, അതിന് ഓപ്പോസിഷൻ ആണ് സർക്കുലേറ്റിംഗ് കറണ്ട് വരിക. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് ഇൻ G2 എന്താ പറയുക? ടോട്ടലി എന്ത് ചെയ്ത് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരിക? ഇതിലൂടെ കറണ്ട് പാസ് ഇതൊരു മോട്ടറായിട്ടൊക്കെ ആക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അൺബാലൻസ്ഡ് കണ്ടീഷൻ ഒക്കെ വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഒരു ഇക്വലൈസർ ബാർ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? എന്താ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ് നമ്മൾ ഷോർട്ട് ചെയ്ത്, അല്ല ഇതിലൂടെ നമ്മൾ ഈ ഒരു ജനറേറ്റർ ആണ് സപ്ലൈ ചെയ്യും, ഈ രണ്ട് പോയിന്റ് നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടിന്റെ വോൾട്ടേജ് നമ്മൾ എന്താ ചെയ്തത്? V എന്ന് കൺസിഡർ ചെയ്ത്. ഓക്കെ, ഈ രണ്ട് ഷോർട്ട് ചെയ്ത് ഇവിടെ V എന്ന വോൾട്ടേജ് ആണ്. അപ്പം ഇവിടെയുള്ള വോൾട്ടേജ് നമ്മൾ V1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ലോഡ്, അപ്പം ഇതിലൂടെ കറണ്ട് ഈ I1 കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? V1 മൈനസ് V ഡിവൈഡഡ് ബൈ എന്താണ് വരിക? R ആണ് വരിക. അപ്പോൾ സീരീസ് റെസിസ്റ്റൻസ് ഈ രണ്ടിന്റെ സെയിം റെസിസ്റ്റൻസ് ആണ്, ഇതിന് R എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ V1 മൈനസ് V ബൈ R, അതാണ് ഇതിലൂടെയുള്ള കറണ്ട്. I2 ഇക്വേഷൻ അതന്നെയല്ലേ വരിക? V1 മൈനസ് ഇവിടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വോൾട്ടേജും ഈ വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. അപ്പം ആ രണ്ട് വോൾട്ടേജും ആ ഇക്വലൈസർ ബാർ കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതും V ആയിരിക്കും, ഇതൊരു V ആയിരിക്കും. അപ്പോൾ V1 മൈനസ് V, അതായത് V1 ഇവിടെയുള്ള വോൾട്ടേജ് ആട്ടോ, V1 മൈനസ് V ഡിവൈഡ് ബൈ R ആയിരിക്കും. അപ്പൊ ഇതിലുള്ള കറണ്ട് I2ന്റെ വാല്യൂം I1ന്റെ വാല്യൂം സെയിം ആയി വരും. എന്തുകൊണ്ട്? ഈക്വലൈസർ ബാർ കണക്ട് ചെയ്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സർക്കുലേറ്റിംഗ് കറണ്ട് ഒന്നും പാസ് ചെയ്യില്ല. സർക്കുലേറ്റിംഗ് കറണ്ട് പറഞ്ഞാൽ ആ അഡീഷണൽ വരുന്ന കറണ്ട് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടിൽ മാത്രമാണ് കറണ്ട് പാസ് ചെയ്യും. ഇപ്പൊ ഇതിലൂടെ സീരീസ് ഫീൽഡിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യും. അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ കോമ്പൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? സർക്കുലേറ്റിംഗ് കറണ്ട് ഒഴിവാക്കാം. ഇൻ കേസ് ഓഫ് ഷണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നതിൽ മോസ്റ്റ് പ്രിഫറബിൾ, അപ്പം പാരലൽ ഓപ്പറേഷന് മോസ്റ്റ് പ്രിഫറബിൾ എന്ന് പറയുന്നത് എന്താണ്? DC ഷണ്ട് ജനറേറ്റർ ആണ്. എന്താണ് കാരണം? ചോദ്യങ്ങളായി ചോദിക്കാറുണ്ട്. ഇതിന്റെ കാരണം വോൾട്ടേജ് ഡ്രോപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. വോൾട്ടേജ് കുറയുക, ലോഡ് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കുറയുന്ന കണ്ടീഷനാണ് വോൾട്ടേജ് ഡ്രോപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് നോക്കാം, എന്നിട്ട് മൂന്നാമത്തെ പോയിന്റിൽ വരാം. നാലാമത്തെ പോയിന്റ് നോക്കൂ. To deliver any current, it is generated voltage E should be greater than the bus bar voltage. നോക്കൂ, ഇവിടെ ഒരു ബസ് ബാർ ഉണ്ട്. ഓക്കെ, ഈ ബസ് ബാറിലെ വോൾട്ടേജ് നമ്മൾ എന്താ അസ്യൂം ചെയ്തു? V എന്ന് അസ്യൂം ചെയ്തു. ഇവിടെ ജനറേറ്റർ E എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ജനറേറ്ററിൽ നിന്നാണ് നമ്മൾ ബസ് ബാറിലേക്ക് വോൾട്ടേജ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഒരു ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിലെ ജനറേറ്റർ കൂട്ടും. എങ്ങനെ കൂട്ടണം? അത് ഈ ജനറേറ്റർ E1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് E1 കൊടുത്തു. ഓക്കെ, E1 ഗ്രേറ്റർ ദാൻ ബസ് ബാർ വോൾട്ടേജ് ആണ് മാത്രമെങ്കിലാണ് ഇതിലൂടെ എന്ത് ചെയ്യുക? കറണ്ട് പാസ് ചെയ്യുക. അങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലോഡായിട്ട് കണക്ട് ചെയ്യുന്ന എന്ത് ചെയ്യും? ആ ജനറേറ്ററിൽ നമുക്കറിയാം ലോഡ് കണക്ട് ചെയ്യുന്നേരം ജനറേറ്ററിന്റെ വോൾട്ടേജ് കുറയും. ജനറേറ്റർ വോൾട്ടേജ് കുറയുന്നേരം എന്ത് ചെയ്യും? നമ്മൾ ഈ രണ്ടിന്റെയും
അക്രോസ് ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, സെയിം ആയിട്ട് വരും. കാരണം ഇതിലെ ലോഡ് കറണ്ട് പാസ് ചെയ്യുന്ന നേരം ഇതിന്റെ ഫീൽഡ് കറണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് പാരലൽ ആണ്. അപ്പൊ ലോഡ് കറണ്ട് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇതിലെ ഫീൽഡിലെ കറണ്ടും വേരിയേഷനും അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന് ഒരു വേരിയേഷനും ഇല്ല. സീരീസിൽ നമ്മൾ നോക്കുമ്പോൾ നേരം ലോഡ് കൂടുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, ലോഡ് കൂടുന്നതനുസരിച്ച് കറണ്ട് എന്തിലുണ്ട്, അതിന്റെ ഫീൽഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ജനറേറ്റർ വോൾട്ടേജിന് വേരി ചെയ്യുന്നുണ്ട്. പക്ഷെ ഷണ്ടിന്റെ കേസിൽ ലോഡ് എത്ര കൂടി കഴിഞ്ഞാലും അതിന്റെ ഫീൽഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല, അതിന്റെ ജനറേറ്റർ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ഫീൽഡ് വേരി ചെയ്തിട്ട്, നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് വേരി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ജനറേറ്റർ വോൾട്ടേജ് കൂട്ടാം. അതുകൊണ്ടാണ് നമ്മൾ ഈക്വലൈസർ ബാർ ഷണ്ട് ജനറേറ്ററിന് ആവശ്യമില്ല എന്ന് പറയുന്നത്. പിന്നെ എവിടെയാണ് സീരീസ് ജനറേറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക, അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. പാരലൽ ഓപ്പറേഷൻ ഓഫ് എ ഡി സി ജനറേറ്റർ ഈസ് യൂസ് ഇൻ ഇലക്ട്രിക് ബ്രേക്കിംഗ്. അതായത് ഡീജനറേറ്റർ ബ്രേക്കിംഗ് ഇൻ ലോക്കോമോട്ടീവ്, ട്രെയിനിലൊക്കെ നമ്മൾ ഉപയോഗിക്കും, ചില സമയത്ത് ഉപയോഗിക്കുന്ന ഡി സി സീരീസ് മോഡ് ജനറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്, റീജനറേറ്റർ ബ്രേക്കിംഗ് എന്നൊരു ആപ്ലിക്കേഷൻ, അതായത് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ വോൾട്ടേജ് ഡ്രോപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡി സി ഷണ്ട് ജനറേറ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം. ലോഡ് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് എന്തെയും ചെറിയ രീതിയിൽ കുറയുന്നത് കൊണ്ടാണ് അത് നമ്മൾ പാരലൽ ഓപ്പറേഷന് മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയാൻ കാരണം. ഓക്കെ, വിച്ച് ജനറേറ്റർ റിക്വയർഡ്. അപ്പം ഇക്വലൈസർ ബാർ എവിടെ കാണാം, സീരീസ് ആൻഡ് കോമ്പൗണ്ടിൽ വേണം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസോടെ നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ, അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ആഴ്ച ഈ ജി സി ജനറേറ്റ് ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതുമായി സ്ഥിരമായി ചോദ്യങ്ങളാണ്. അപ്പം അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.